ഞങ്ങളെ ചെക്കനവിടെ ഇന്നിപ്പോ റവാദായിട്ട് ഉണ്ടാവൂലേ, സിറാജിക്ക് ഉണ്ടാവൂലേ ചെക്കനിങ്ങനെ നോക്കി നിക്കണേ. ഇനിയിപ്പോ എന്തൊക്കെ കാണ്ടിതാവാ കഴിഞ്ഞ കളിയിലും ബാഡ് കമന്റ്സിനൊക്കെ അരിഞ്ഞാണ്ടിട്ട് ആ ഇടല് ഫോമായില്ലേ ഇങ്ങളത്തെ കാട്ടുക. ഒരു ടീമിനെ ഒരു ചെക്കനെ മാത്രം ഇങ്ങനെ ആശ്രയിച്ചു പോവാ. വണ്ടർ 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 കിഡ് എന്നാണ് ഇന്നലെ കമന്റേറ്റേഴ്സ്. അതൊക്കെ വൺ സീസൺ വണ്ടർ ആണ്. കഴിഞ്ഞ കൊല്ലവും ഓൻ 2 സെഞ്ചുറി അടിച്ച്, ഈ കൊല്ലം ഓൻ അതേപോലെ തന്നെ അടിച്ചു. ഇതൊക്കെ എത്ര കാലം പോകാനാണ്, നമ്മൾക്ക് ഇതൊക്കെ എത്ര കണ്ടതാണ്. ഇങ്ങനെ കുറെ ആൾക്കാർ ക്രിക്കറ്റ് ലോകത്ത് ഇങ്ങനെ ഒരാൾ എന്ന് വരെ കണ്ടിട്ടില്ല. അതങ്ങനെ തന്നെയല്ലേ, സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുമ്പോ കളിക്കാരുടെ പെർഫോമൻസ് ഒക്കെ വർത്താനൊക്കെ നിങ്ങൾ എല്ലാരും മാറ്റിച്ചാൽ ഇങ്ങനെ ഒന്ന് അതാത് കാലത്തിനനുസരിച്ചുള്ള കളിക്കാർ ഇങ്ങനെ വരും. അപ്പൊ അതിനെ വണ്ടർ കിഡ് എന്നൊക്കെ ഇങ്ങനെ പറയും. മാറാൻ സമ്മതിക്കാത്ത മനസ്സുള്ള പോലെ വണ്ടർ കിഡ് എന്ന് പറയും. അത് സ്വാഭാവികമാണ്. ചെറിയ ചെക്കൻ, പുതിയ തലമുറയിലെ എന്ത് കിട്ടല്. നിങ്ങളുടെ ടീമിനെ പറഞ്ഞാല് നിങ്ങൾ ആ ഗ്രൗണ്ടില് അഹമ്മദാബാദത്തെ ആ ഒരു ഗ്രൗണ്ടില് അത് ഞങ്ങൾക്ക് ഫൈനൽ കളിക്കാനുള്ളതാണ്. നിങ്ങൾ ഫൈനൽ പോയപ്പോ RCB-ക്കാർ നിങ്ങളെ പഞ്ഞിക്കിട്ട് ആ പട്ടിതാറൊക്കെ അടിച്ച അടി അതിനേക്കാളും വലിയ കാര്യം ഇന്ന് കിട്ടാൻ പോണം. ഇത് ഈ പിച്ച് ഞങ്ങള് കളിച്ച് പരിചയമുള്ള സെയിം പിച്ചില് ഇന്ന് വീണ്ടും കളി നല്ലോ കിട്ടും. ഒരു കിട്ടലൂല. ഞങ്ങളെ ചെക്കന്മാര് ബൗളിങ്, റാഷിദ് ഖാൻ കളി കണ്ടല്ലോ ഏറൊക്കെ അത് ഹഡിന് കിട്ടിയപ്പോ പിന്നെ എല്ലാവർക്കും കിട്ടിയല്ലേ. തുടക്കം അടിച്ചത് സിറാജും റാഷിദ് ഖാനും വന്നിട്ട് ലാസ്റ്റ് 5-6 ഓവറിലല്ലേ അടിച്ചത്. ഇതങ്ങനെ ആവൂല. ഇത് തുടക്കം തന്നെ പോയ കഴിഞ്ഞു. നിങ്ങളെന്നെ നെട്ടു. ഇനി എന്ത് ഇങ്ങനെ മേലക്ക് ഇങ്ങനെ അന്തം വിട്ട് നിങ്ങൾ നാണം കെട്ടതാണ്. കേച്ചിലായതെന്താ അറിയോ, ആ തേവാട്ടിയെ പൂരം കഴിഞ്ഞ ശേഷം കുറച്ച് വെടിവെട്ടിച്ചെന്നും പറഞ്ഞു. അതൊക്കെ ഞങ്ങളെ ഫിനിഷറാണ്. 10-90 റണ്ണിട്ട് നിങ്ങൾ ഓർമ്മ ശരിയാണെങ്കിൽ അത്ര ഫിനിഷിങ്. അതായത് ബൗളേഴ്സ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വെറുതെ കുറച്ച് റണ്ണടിച്ചു. അവരിങ്ങനെ രസത്തിന് ഇങ്ങനെ ഞങ്ങൾ ഇന്ന് ജയിക്കും, ഞങ്ങളെ നാട്ടില് ഫൈനൽ കളിക്കും, അത് ഞങ്ങൾക്കും വേണ്ടിട്ട് ഉണ്ടാക്കി. അതെ, ഫൈനൽ ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. പക്ഷെ അതിന് നിങ്ങൾ ഫൈനൽ കളിച്ചാൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇവിടെ സംശയം. ഞങ്ങളെ പരാഗ്, ഞങ്ങളെ ജുറല്, കഴിഞ്ഞ കളി കണ്ടില്ല, സായി സുദർശന്റെ ബാറ്റ് തെറിച്ചിക്കാണ്ട് ഔട്ടായി. അതുകൊണ്ട് കഴിച്ചിലായി. അതൊന്നുമല്ല, എടുത്താൽ എത്തൂലെന്നുണ്ട്. അതും പറഞ്ഞാണ് നിങ്ങൾ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ബാറ്റ് കഴിയുന്ന പോലെ ഹിറ്റ് വിക്കറ്റ് ഒക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഹിറ്റ് വിക്കറ്റ് അങ്ങോട്ട് സുദർശനും ഗില്ലും കൂടിയാണ് തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് ലാസ്റ്റ് വരെ കളിക്കാണ്ട്. റാഷിദ് ഖാൻ വരെ അടിക്കും. തിജുന്റെ നാർച്ച തരണം 24 വിക്കറ്റാണ് അവനക്ക്. അതൊന്നും പറഞ്ഞ ഞങ്ങളെ അടുത്ത് വരണ്ട. അന്ന് ഞങ്ങൾക്ക് മരണക്കളിയാണ്. ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾക്ക് ഫൈനൽ കളിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ ചെക്കൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ, എന്ത് സെഞ്ചുറികളൊക്കെ ഇനിയും വരും. അത് പിന്നെ വലിയ മനസ്സ് അത് നേടിയിട്ട് നിക്കുള്ളൂ എന്ന് ചെക്കൻ പറയുന്നുണ്ടെങ്കിൽ പ്രാവശ്യം കപ്പുണ്ടാവും.